ഹായ് ഓൾ. അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ 3ും 4th ഡേ ആണ് ട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇത് 3rd ഡേ ആണ്. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ രാവിലെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഗോവ വരെ വന്നിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാ പള്ളികളിൽ നിന്നും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് പുണ്യാളനെ കാണാനായിട്ട് അല്ലേ. ഫ്രാൻസിസ് സേവിയറിന്റെ ആ ഒരു തിരുശരീരം കാണാനായിട്ട് എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ നമ്മളോടും തീർച്ചയായിട്ടും ചോദിക്കും അവിടെ പോയില്ലേ? എനിക്കിപ്പോൾ തന്നെ കമന്റ് വന്നിരുന്നു പോയിരുന്നോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും പള്ളിയിൽ പോയി. അപ്പോൾ അന്ന് നമ്മൾ ആദ്യം പോയത് പള്ളിയിലാണ്. പള്ളിയിൽ പോയി അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ അടുത്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അധികം തിരക്കായിരുന്നു ട്ടോ അവിടെ. നമ്മളൊരു 2.5 മണിക്കൂറൊക്കെ വരി നിന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ പള്ളിയിലോട്ട് പോകുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് എങ്ങനെയാണ് പ്രോപ്പർ ഡ്രസ്സിങ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബോർഡൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രകാരം അല്ലാത്തവരെ അവർ അവിടേക്ക് കയറ്റി വിടുന്നുമില്ല കേട്ടോ. അവർ തിരിച്ച് പൊക്കോളാൻ പറയും. അപ്പോൾ അവിടെ അതൊക്കെ നോക്കാനായിട്ട് സെക്യൂരിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഉള്ളിൽ കാണുന്നത് പള്ളിയുടെ കോമ്പൗണ്ടാണ്. ഇനി അതിനകത്തും അടുത്ത ഷെഡിലോട്ടൊക്കെ മാറി കയറിയിട്ട് വേണം നമുക്ക് പള്ളിയിലെത്താനായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്ത് ഈ കോമ്പൗണ്ടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. അങ്ങനെ പതിയെ പതിയെ വരി നീങ്ങി നമ്മളിതേ അകത്തോട്ട് കടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 2.5 മണിക്കൂർ നിന്നിട്ടോ. പിന്നെ വെയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി അവരിങ്ങനെ ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാനുകൾ വെച്ചിട്ടുണ്ട്. ഇടയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇനി പോകാൻ ആഗ്രഹിക്കുന്നവരായാലും നല്ല കോട്ടൻ്റെയൊക്കെ ഡ്രസ്സ് ഇട്ട്, കാരണം ചൂടാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് പോവുക. കയ്യിലൊരു കുപ്പി വെള്ളം കൈ പിടിക്കുക. പിന്നെ വെള്ളം ഇടയ്ക്ക് നമുക്ക് നിറയ്ക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ വെച്ച് വെള്ളം നിറയ്ക്കുക. പിന്നെ ഷുഗറും പ്രഷറൊക്കെ കുറഞ്ഞു പോകുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ബിസ്ക്കറ്റോ മധുരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈ പിടിക്കുക. പിന്നെ തീരെ വയ്യാത്തവരാണെങ്കിൽ അവിടെ നിൽക്കുന്ന വോളണ്ടിയേഴ്സിനോട് പറയുക എങ്ങനെയെങ്കിലും നേരെ പോയി കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം അവരോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പള്ളിയിലോട്ട് പോകുമ്പോൾ പോകാനായിട്ട്. അപ്പോൾ ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറയുന്ന ഈ ഒരു ബസിലിക്കയിലാണ് പുണ്യാളൻ്റെ ശരീരം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കതിനകത്തോട്ടൊന്നും വീഡിയോയും ക്യാമറയൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങളത് കണ്ട് ഇറങ്ങി. എന്തായാലും ഈ ഒരു ഇത് പ്രമാണിച്ച് ചുറ്റിപ്പറ്റി ഒരുപാട് കച്ചവടക്കാരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. ജീവിതമാർഗ്ഗമാണ് അവരുടെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിറങ്ങി. നമുക്ക് പള്ളിയിൽ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് സമയം വൈകി. നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സമയം ഏകദേശം 3 മണിയായി. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുത്ത പരിപാടിയിലോട്ട് നീങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൂടെ 3 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. നമ്മളും പിന്നെ ഞങ്ങളുടെ ചേട്ടനും ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇന്ന് വൈകിട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 6 മണിയാകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആ ഒരു 6 മണി വരെയുള്ള കറക്കമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവരെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മളുടെ റൂമിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പള്ളിയുമായിട്ട് പോയതുകൊണ്ട് നമുക്ക് അത്രയും സമയം അവിടെ സ്പെൻഡ് ആക്കേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സയൻസ് മ്യൂസിയം കാണാനാണ് കേട്ടോ വന്നത്. എന്തായാലും നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്നവരല്ലേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ളൊരു കാര്യം കൂടി ഇതിൻ്റെ ഉള്ളിൽ നടക്കട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ അവർ കണ്ടു പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു മ്യൂസിയത്തിലോട്ട് വന്നതാണ്. പക്ഷേ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അവർ പഠിക്കുന്നവരാണെന്ന് പറഞ്ഞാലും അവരെക്കാൾ ഇൻട്രസ്റ്റ് ചിലപ്പോൾ നമ്മൾ ഇതിലൂടെയൊക്കെ കഴിഞ്ഞു പോയത് കൊണ്ടായിരിക്കാം നമുക്കായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. എന്തായാലും നല്ല കോമ്പൗണ്ടും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ കുട്ടികൾ അവിടെ പാർക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുട്ടികൾ കുറേ കളിച്ചു. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിനകത്ത് കയറി. അപ്പോൾ നമുക്കിവിടെ ഒരു 1 1/2 മണിക്കൂറിൻ്റെ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഗോവ സയൻസ് സെൻ്റർ ആണിത്. അപ്പോൾ നമ്മളവിടെ വന്നതിന് ശേഷം പല കാര്യങ്ങളും ഇപ്പോൾ ദേ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് കളിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ നിത്യേന ജീവിതത്തിൽ കാണുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുടെ പോലും എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്കത് തൊട്ട് നോക്കാനും അത് ചെയ്ത് നോക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ നമുക്ക് വീഡിയോ പിടിക്കാനുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചു. കുറേ ആളുകൾ ട്ടോ. നമ്മൾ വിചാരിക്കും ഇന്നത്തെ കാലഘട്ടത്തിലും ഇതൊക്കെ കാണാൻ ആൾക്കാർ വരുന്നത്. ഇപ്പം നമ്മളും പോയി. പക്ഷെ അതിനുള്ളിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ കുട്ടികളെയും കൊണ്ട് വന്ന് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്കും അത് കാണാനൊക്കെ പറ്റി. അവരും ക്യൂരിയോസിറ്റിയോട് കൂടെ തന്നെ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ട്ടോ. എന്തൊക്കെ കാര്യങ്ങളാ ഇവിടെ പ്രവർത്തിക്കണേ. പിന്നെ അവർക്ക് തൊട്ട് നോക്കാനും ചെയ്ത് നോക്കാനൊക്കെ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് അവർ ഇത്തിരിയും കൂടെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ, അതിപ്പോൾ ഓരോ കാര്യങ്ങളും ദേ ഇപ്പോൾ സൗണ്ട് വേവ്സ് എങ്ങനെയാണ് ചലിക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സിൽ എങ്ങനെയാണ് അതിൻ്റെ സൗണ്ട് വേവ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ്റെ ഒരു
കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. ഇപ്പൊ ഇത് കണ്ടോ? ഇത് നിറയെ മുട്ടുസൂചികളായിരുന്നു. അപ്പൊ നമ്മുടെ കൈയ്യ് താഴെ വെച്ച് പ്രസ് ചെയ്യുമ്പോ അതിനനുസരിച്ച് നമ്മുടെ കൈയിന്റെ ഷേപ്പിനനുസരിച്ച് അത് പൊന്തി വരും. മോളില് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ആ സൂചി ഒരു കൃത്യമായ അളവില് മാത്രേ ഉയരുള്ളൂ. അപ്പൊ നമ്മുടെ കൈയിന്റെ ഒരു ഷേപ്പ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ട്ടോ. ആദ്യം നമ്മള് വെറുതെ ഒന്ന് പോയി തൊട്ട് നോക്കിയപ്പോ മുട്ടുസൂചിയാന്ന് നമ്മള് പ്രതീക്ഷിച്ചില്ല. അപ്പൊ നമുക്കൊരു പെട്ടെന്നൊരു ഇറിറ്റേഷൻ വന്നു നമ്മുടെ കയ്യില് ഒരു ഇത് കുത്തിയപ്പോ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ ജമ്പിങ് ഡിസ്ക്, അപ്പൊ അത് എത്ര ഫോഴ്സിലാണ് അത് ഉയരുന്നത്, എത്ര ഫോഴ്സ് കൊണ്ടാണ് അത് ഉയരുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പൈപ്പ് ട്ടോ, എവിടെയും ഒരു കണക്ഷൻ ഇല്ല. പക്ഷെ അതിലിങ്ങനെ വെള്ളം വീണോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നടുവില് ആ പൈപ്പിൽ നിന്ന് താഴെ കുടത്തിലോട്ട് വരെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പൈപ്പിൽ കൂടെ തന്നെയാണ് മുകളിലേക്ക് വെള്ളം വരുന്നതും അതിന് താഴേക്ക് വെള്ളം വരുന്നത്. അതൊരു ട്രിക്കാണ്. പക്ഷെ നമ്മളിങ്ങനെ അകലേന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എവിടെയോ ഒരു കണക്ഷൻ ഇല്ലാണ്ട് എങ്ങനെയാണ് ഈ വെള്ളം വീണേന്ന് വിചാരിക്കും ട്ടോ. പിന്നെ ഇതൊരു സൗണ്ട് വേവ്സിന്റെ തന്നെ നമ്മളുടെ സരിഗമ നമ്മുടെ സപ്തസ്വരങ്ങളുടെ ഒരു ഇതായിരുന്നു. നമ്മളുടെ കൈ വെച്ച് ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ അതിന്റെ എയറിന്റെ ഒരു പ്രഷർ കൊണ്ട് അതിൽ നിന്ന് സൗണ്ട് വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് പോലെ ഒരു സംഭവമായിരുന്നു ട്ടോ. അങ്ങനെ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ട് കുട്ടികൾക്ക് കുറച്ച് നേരം അവർക്ക് ഇങ്ങനെ അവരുടേതായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ ഞെക്കി ഇവിടെ ഞെക്കി ഇങ്ങനെ ഓടി നടന്ന് അവരതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ട്ടോ. അപ്പൊ അവര് ഹാപ്പി ആയിരുന്നു. നമ്മള് വിചാരിച്ചു ഇനി കുട്ടികൾക്ക് അവിടെ എത്തിയപ്പോ ഐ ലവ് സയൻസ്, പ്ലാനറ്റോറിയം, പിന്നെ സയൻസ് സെന്റർ എന്നൊക്കെ കണ്ടപ്പോ ഇവർക്ക് വലിയ താല്പര്യമൊന്നും ഇവര് കാണിച്ചില്ല എങ്കിലും അകത്ത് കേറിയപ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട് എന്നറിഞ്ഞപ്പോ അവർക്ക് സന്തോഷമായി. അവരതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും അവരുടെ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പൊ അത് കഴിഞ്ഞ് അവിടെ സയൻസ് സെന്ററിൽ നമുക്കൊരു 3D ഷോ ഉണ്ടായിരുന്നു ട്ടോ. അതൊരു 20 മിനിറ്റിന്റെ ഷോ ആയിരുന്നു. അപ്പൊ അതില് നമ്മളുടെ സമുദ്രവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ജീവൻ ഉത്ഭവിച്ചു, എന്തൊക്കെ ജീവികൾ ആദ്യമുണ്ടായി, എങ്ങനെയാണ് അതിന്റെ ആവാസ കേന്ദ്രങ്ങള്, എത്ര തരം ജീവികള് എങ്ങനെയൊക്കെ കടലിന്റെ അടിയില് ജീവിക്കുന്നു, അതിന്റെ ലൈഫ് സ്പാനുകൾ എങ്ങനെയാണ്, എങ്ങനെയാണ് അത് ഇര തേടുന്നത്, എങ്ങനെയാണ് അതിന്റെ ശത്രുക്കളിൽ നിന്ന് അത് രക്ഷിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു 3D ഫിലിം ആയതുകൊണ്ട് പിന്നെ കുട്ടികൾ ഇത്തിരിയും കൂടെ ഇൻട്രസ്റ്റഡ് ആയിരിക്കുമല്ലോ. അപ്പൊ അതൊരു 20 മിനിറ്റ്സിന്റെ ഷോ ആയിരുന്നു. അപ്പൊ അത് കണ്ടു ഞങ്ങള്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങള് പ്ലാനറ്റോറിയം കാണാൻ പോയിട്ടോ. പ്ലാനറ്റോറിയത്തിലാണെങ്കിലും നമുക്ക് നമ്മൾ എത്തിയത് ഒരു കൃത്യം സമയത്തായിരുന്നു. നമുക്ക് അവിടെയും ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഷോയും കാണാൻ പറ്റി. അപ്പൊ അതിന്റെ പുറത്തായിട്ട് കുറച്ച് കാര്യങ്ങള് പാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികള് കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചു. കുറച്ച് നേരം അവര് ഫോട്ടോ എടുത്തു. അവർക്ക് ഭയങ്കര സന്തോഷായി. ഇപ്പൊ എല്ലാവരും എന്താ പറയാ റോക്കറ്റിന്റേതായ കാര്യങ്ങളൊക്കെയാണല്ലോ ഇവർക്കൊക്കെ ഇഷ്ടം. അപ്പൊ ഇപ്പൊക്കെ നമ്മുടെ മക്കള് അങ്ങനെയുള്ള വിക്ഷേപണ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് കേൾക്കുന്നവരാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ ഞങ്ങള് പ്ലാനറ്റോറിയത്തില് വന്നു. അതിന്റെ കാണാനായിട്ട്. ഇത് 3D അല്ലായിരുന്നു. പക്ഷെ നമുക്കിങ്ങനെ ചാരിയിരുന്ന സീറ്റില് മേലെയായിരുന്നു അതിന്റെ സ്ക്രീൻ ഉണ്ടായിരുന്നത്. ഞാൻ ഇതിന്റെ ഒരു വലിയൊരു ഈ പ്ലാനറ്റോറിയത്തിന്റെ ഒരു ഇത് കണ്ടിട്ടുള്ളത് ബോംബെ പോയിട്ടാണ് ട്ടോ. അവിടെ ഞാനത് ഒരു 1 1/2 മണിക്കൂറൊക്കെ ആയിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അത് നമുക്ക് ശരിക്കും കിടന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ അതിന്റെ ഒരു മിനി എന്ന് പറയാം. അതുപോലെ ഒരു 20 മിനിറ്റ്സിന്റെ തന്നെ ഒരു ഷോ ആയിരുന്നു. എന്നാലും കുട്ടികള് കുറച്ചൊക്കെ കണ്ടു. പിന്നെ എല്ലാവരും ആ പള്ളിയില് പോയി നിന്നതിന്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളാണെങ്കില് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങള് ഉറങ്ങിപ്പോയിട്ടോ. സുഖമായിട്ട് എസിയിലിരുന്ന് കുറച്ച് നേരം അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോന്നൂന്ന് പറയാം. അതാണ് അവിടെ സത്യത്തില് സംഭവിച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും റോഡൊക്കെ നല്ല തിരക്കിലാണ്. കച്ചവടക്കാരും ഒക്കെ ആയിട്ട്. ഈ ഒരു ഏരിയ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ട്ടോ. ഒരുപാട് ആളുകള്, അതൊരു സിറ്റിക്കകത്ത് തന്നെയാണ്. നല്ല റോഡുകളായിരുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചകളും നല്ല ഭംഗിയുള്ള റോഡുകളൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ കാസിനോസ് ഒക്കെ കണ്ടു നമ്മള്. അപ്പൊ രാത്രി കാലങ്ങളിലാണ് ഇത് ഭയങ്കരമായിട്ട് സജീവമാകുന്നതെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ബ്രിഡ്ജായിരുന്നു ട്ടോ. നമ്മള് ട്രെയിനില് നമ്മളിവിടെ സ്റ്റേഷനിൽ എത്താറാവുന്ന നേരത്തും നമ്മള് പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴും നമ്മൾ ആ ബ്രിഡ്ജ് കണ്ടു ട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ആ ഫാമിലീനെ അവരെ സന്തോഷപൂർവ്വം എന്തായാലും 2 ദിവസം നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഫാമിലി ആയിരുന്നു. എന്തായാലും അവരുമായിട്ട് നമ്മള് എൻജോയ് ചെയ്തു. അവരെ നമ്മള് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങള് ഹോട്ടലിൽ വന്നു. ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷായി ഞങ്ങള് വീണ്ടും അടുത്ത അഴുക്കിലോട്ട് അടുത്ത ബീച്ച് കാണാൻ വന്നതാണ് ട്ടോ. അപ്പൊ ഇത് നമ്മുടെ വീടിന്റെ അവിടുന്ന് കുറച്ച് ദൂരം നമ്മുടെ ഹോട്ടലിന്റെ അവിടുന്ന് ഒരു 10, 15 മിനിറ്റ് നടന്നാലുണ്ടാവുന്ന തൊട്ടടുത്തുള്ള ദൂരത്തിലുണ്ടായിരുന്ന ബീച്ചായിരുന്നു. നമ്മൾ ചെന്നപ്പോ അത് ഇത്തിരി
വളരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മള് അവിടെ ഒരു 1 1/2 മണിക്കൂർ ഇരുന്നപ്പോഴേക്കും ബീച്ചിന്റെ ആ ഒരു സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങി. അത് ഭയങ്കരമായിട്ടുള്ള തിരകളും ഞങ്ങള് എത്രയോ ദൂരെ ഇരുന്നായിരുന്നേന്നറിയോ? പക്ഷെ ഞങ്ങള് പോരുന്ന സമയമാകുമ്പഴേക്കും ഞങ്ങളുടെ കാലിന്റെ അവിടേക്ക് വരെ വെള്ളം എത്തി തുടങ്ങി. അങ്ങനെ കടല് കേറി കേറി വരുന്ന ഒരു പ്രതിഭാസാട്ടോ. ഭയങ്കര ഉച്ചത്തിലുള്ള ഭയങ്കര ശക്തമായ തിരമാലകളായിരുന്നു. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇനിയിപ്പോ നമുക്ക് അപ്പൊ നമ്മുടെ 3 ഡേ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോ നാളെ നമുക്കൊരു സൺറൈസ് കാണാം. അപ്പൊ നമ്മളവിടുത്തെ അവിടെയുള്ളവരോട് ചോദിച്ചപ്പോൾ ഒരു 6:45 ഒക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാല് സൺറൈസ് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങള് നാളെ രാവിലെ നമ്മുടെ 4th ഡേ രാവിലെ അവിടെ ആരംഭിക്കാം എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് നമ്മളൊരു റെസ്റ്റോറന്റിൽ വന്നു. ഇവിടെയൊക്കെന്ന് പറയണെങ്കി പിന്നെ എല്ലാ റെസ്റ്റോറന്റിലും പാട്ടും, ഡാൻസും എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യുന്നതിന്റെ ആ ഒരു സന്തോഷമുണ്ടല്ലോ. എല്ലാവരും എൻജോയ് ചെയ്യാണ്. പിന്നെ അവിടെ എന്താ പറയാ, എല്ലാവരും അവരുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടെ എൻജോയ് ചെയ്യുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മള് രാവിലെ അവര് പറഞ്ഞ പ്രകാരം നമ്മളൊരു 6:30 ഒക്കെ ആയപ്പേക്കും നമ്മള് ബീച്ചിലെത്തി. അപ്പൊ നമ്മള് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ബീച്ച് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബീച്ച് ഡ്രസ്സ് എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളുടേതായ ഒരു കൾച്ചർ വിട്ടിട്ട് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് മേരിമോളൊക്കെ ശരിക്കും ഒരു ബീച്ച് ഡ്രസ്സിന്റെ ആ ഒരു ലുക്കിൽ തന്നെയായിരുന്നു ട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ പേഴ്സണലി അങ്ങനെ അത്രയും ആ ഒരു ഡ്രസ്സ് ധരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സ് ഞാനും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മള് ബീച്ച് ഡ്രസ്സിലല്ലേ വന്നത്. അപ്പൊ ആകെ നനഞ്ഞ് കുളിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും പോയി ഫ്രഷൊക്കെ ആയി നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നുട്ടോ. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഹോട്ടലീന്ന്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. റൂമിൽ ചെല്ലുക, ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുക, മുഷിഞ്ഞത് വേറെ, നല്ല ഡ്രസ്സുകൾ ഉപയോഗിക്കാത്തതുണ്ട് അത് വേറെ, അങ്ങനെ പാക്കിംഗ് പരിപാടികളൊക്കെയാണ്. അപ്പൊ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കാര്യമായിട്ട് തന്നെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. റൂമിൽ പോയി. അപ്പൊ പൂളില് എല്ലാ ദിവസവും മക്കള് പൂളിൽ പോവായിരുന്നു ട്ടോ. രാവിലെയും വൈകുന്നേരവും അവര് പൂളിൽ പോയി കളിക്കുമായിരുന്നു. ഞാനിതുവരെ ആ ഒരു ഏരിയയിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇനി ഈ സമയല്ലേ, ഇന്നല്ലേ ഇനി ലാസ്റ്റ് അല്ലേന്ന് വിചാരിച്ച് ഞാൻ പൂളിന്റെ ഏരിയ ഒക്കെ ഒന്ന് കാണാൻ പോയി. അവര് നല്ല ഭംഗിയായിട്ട് തന്നെ മെയിന്റെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനും ചേട്ടൻ്റെ മോനൊക്കെ ഇതിനകത്തുന്ന് രാവിലെ ഒരുപാട് നേരം, രാത്രി ഒരുപാട് നേരം അങ്ങനെ ഡ്രസ്സ് നനഞ്ഞും വിണ്ടിയായിട്ടും കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ട്ടോ. അപ്പൊ ഇവര് ഇങ്ങനെ ഇവിടെ ആർമാദിച്ച് കളിയാണ്. അപ്പൊ എൻ്റെ മോൻ അങ്ങനെ നീന്തല് അവൻ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവനത് അത്രയും അങ്ങട് പ്രാക്ടീസ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു 4 ദിവസം കിച്ചു ചേട്ടൻ്റെ കൂടെ കിച്ചു ചേട്ടൻ അവന് അഡ്വൈസുകൾ കൊടുക്കുന്നുണ്ട്. അവനെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പൊ അവർക്ക് കുട്ടികളാവുമ്പോ ഒരു ട്രെയിനേഴ്സിനേക്കാളും ഫാസ്റ്റാണ് അവര് പഠിക്കാനായിട്ട്. അങ്ങനെ അവര് എൻ്റെ മോൻ ഒരു അത്യാവശ്യം നീന്താനായിട്ട് ഇപ്പൊ പഠിച്ചിട്ടുണ്ട് ട്ടോ. നമ്മള് റൂമിൽ പോയി ബാഗൊക്കെ ഒതുക്കി എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് 4:30ക്കാണ് നമ്മളുടെ ട്രെയിനിന്റെ ടൈം. അപ്പൊ നമ്മള് ഒരു 1 ഒക്കെ ആയപ്പോ നമ്മള് ലഞ്ച് കഴിക്കാൻ വന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് ഒരു സെന്റ് ആന്റണീസ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. ആദ്യം വന്നന്ന് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ കേറിയത്. സംശയത്തോടു കൂടിയാണ് ഞങ്ങൾ കേറിയത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഫുഡായിരുന്നു ട്ടോ അവിടുത്തെ. അപ്പൊ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മള് മൊബൈൽ ആപ്പില് നമ്മള് ട്രെയിൻ ടൈം ഒന്ന് നോക്കിയപ്പോ ട്രെയിൻ ടൈം മാറിയിരുന്നു. 2:30 കാണിച്ചു. അപ്പൊ നമുക്ക് ആകെ ടെൻഷനായി. നമ്മള് സമയം ഏകദേശം അടുത്തു. അപ്പൊ നമ്മൾ ആകെ ഹറിബറിയായി. നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചപ്പോഴും അവര് പറഞ്ഞു അതില് ആപ്പില് കാണിക്കുന്ന സമയം പോലെ ആയിരിക്കും ട്രെയിൻ വരാന്ന് പറഞ്ഞുട്ടോ. പിന്നെന്ന് വെച്ചാൽ അപ്പൊ നമ്മള് വിചാരിച്ചു ഇതുവരെ നമ്മളൊരിക്കൽ പോലും ഇവിടെയാണ് ഞങ്ങള് താമസിച്ച ലൊക്കേഷൻ ഇതാണ്. ആ പിസ്സ ഹട്ടിന്റെ തൊട്ടടുത്താണ് നമ്മള് താമസിച്ച ഹോട്ടല്. അതിന്റെ ഒരു ലാൻഡ്‌മാർക്കാണ് ഈ സെന്റ് ആന്റണീസ് ചർച്ച്. ഞങ്ങള് റോട്ടിലെ പള്ളി എന്നാണ് പറഞ്ഞിരുന്നത്. ആ പള്ളീനെ ചുറ്റിപ്പറ്റിയ ഒരു റൗണ്ട് അബൗട്ട് പോലെ അവര് ആക്കി വെച്ചിരിക്കുകയാണ് ട്ടോ. അപ്പം ഗോവയിൽ ഇത്തരത്തിലുള്ള പള്ളികള്, കുഞ്ഞു കുഞ്ഞു പള്ളികൾ ഒരുപാട് കണ്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ പള്ളികള് തന്നെ ഒരു ടൂറിസം മേഖലയാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള പള്ളികളാണ് നമ്മുടെ നാട്ടില്. അവിടെ ഗോവയില് ഞങ്ങൾ ആകെ 1, 2 പള്ളികളാണ് വലുത് കണ്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ഈ ചെറിയ ചെറിയ പള്ളികള് ഇഷ്ടംപോലെ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാം. അപ്പൊ അതിനകത്ത് കേറിയപ്പോ എന്തോ അതിനകത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാട്ടോ. പെയിന്റടി നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ശാന്തമായ മനോഹരമായ ഒരു പള്ളിയായിരുന്നു. ശാന്തതയിലാണ് ദൈവത്തിന് കുടിയിരിക്കാൻ പറ്റുക അല്ലേ. ഇന്നത്തെ പള്ളികളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലൈറ്റും അവിടുത്തെ ഡെക്കറേഷൻസ് നോക്കി നിൽക്കാൻ നേരമുള്ളൂ. ഈ പള്ളിയില് നല്ല ശാന്തമായ ഒരു പള്ളിയായിരുന്നു ട്ടോ അത്. എനിക്കത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നി ആ പള്ളിക്കകത്ത് കയറിയപ്പോ.
അങ്ങനെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പൊ നമ്മള് ടിക്കറ്റ് എപ്പോഴും നമ്മള് മൊബൈൽ ആപ്പ് വഴി നോക്കണം ട്ടോ. കാരണം ടൈമിങ്ങില് വ്യത്യാസം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അവരത് ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. നമ്മള് പിന്നെ അതിനെപ്പറ്റി കംപ്ലയിന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ അക്ഷരത്തിൽ അവര് ഈ ടൈം ചേഞ്ചുകൾ ഉണ്ടാവാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മളങ്ങനെ തിരക്ക് പിടിച്ച് 2:30 ആയപ്പോഴേക്കും നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു 3:45 ഒക്കെ ആയപ്പോൾ നമ്മളെ ട്രെയിൻ ഇങ്ങനെ പതിയെ പതിയെ വന്നു. അങ്ങനെ നമ്മള് എന്താ പറയാ, എന്തായാലും ഹറിബറി പിടിച്ച് വന്നതിന് കുഴപ്പമുണ്ടായില്ല. നമ്മള് കുറച്ച് നേരം റിലാക്സ് ചെയ്തു. ഞാനപ്പോൾ അവിടെയിരുന്ന് കുറച്ച് ഷോർട്സ് ഒക്കെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് ട്ടോ എഡിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നതും തിവിഎം എന്ന് പറയുന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയായിരുന്നു. അങ്ങനെ ട്രെയിനിൽ കയറി. ഇനി എന്താ? അപ്പോൾ ഒരു 4 ദിവസത്തെ യാത്ര നമ്മളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. നടക്കുമോ എന്ന് ഒരു സംശയമായിരുന്നെങ്കിലും അതങ്ങനെ നടന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ട്രെയിനിൽ കേറിയാലുള്ള പിന്നെ അടുത്ത വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യാത്രയുടെ ഓർമ്മകള്, രസകരമായ അനുഭവങ്ങൾ. അപ്പൊ ഞാനൊക്കെ എൻ്റെ അങ്കിള് ബോംബെയിലായിരുന്നതുകൊണ്ട് ഞങ്ങള് ഒട്ടുമിക്ക വെക്കേഷനും നമ്മള് ട്രെയിൻ യാത്ര ബോംബെ പോവായിരുന്നു. അപ്പൊ ആ യാത്രയിലെ വിശേഷങ്ങള്, നമ്മളുടെ ഈ 4 ദിവസത്തെ വിശേഷങ്ങള്, അതിലുണ്ടായ രസകരമായ അനുഭവങ്ങള്, ഓർത്ത് ചിരിക്കാനുള്ളതും പറഞ്ഞ് ചിരിക്കാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മടക്ക യാത്രകളിൽ സംഭവിക്കുക അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു യാത്രയായിരുന്നു. അപ്പൊ യാത്രകള് എപ്പോഴും നമ്മളുടെ ജീവിതത്തിന്റെ ഒരു നിറക്കൂട്ടുകളാണ് അല്ലേ. ഏം, എല്ലാവർക്കും അങ്ങനെയാവണമെന്നില്ല. ചിലവർക്ക് പല കാരണങ്ങൾ കൊണ്ട് ഏഹ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. എന്നാലും നമ്മളൊരു പോസിറ്റിവിറ്റിയാണ് എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കേണ്ടതല്ലേ. അതിൽ നിന്നാണ് അടുത്തൊരു ലൈഫിന്റെ സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ. നെഗറ്റീവും പിന്നെ സങ്കടങ്ങളും ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു റിസ്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു യാത്ര ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളത് വരും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ലൈഫിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലുള്ള യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് അത് വലിയൊരു റിഫ്രഷ്മെന്റ് ആയിരിക്കും. മനസ്സിനും ഫിസിക്കലി നമ്മുടെ റിലേഷനുകൾക്കായാലും അതൊരു പ്രത്യേക റിഫ്രഷ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങളുടെയും ഈ യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റില്ല. പക്ഷെ എന്നാലും പറ്റുന്ന രീതിയിൽ എല്ലാവരും പോണം. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ.